ഹായ് നമസ്കാരം, പെബിൾസിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാർ ചെയ്യുന്നത് വളരെ രുചികരമായ ഒരു ചെമ്മീൻ ഫ്രൈ ആണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 750 ഗ്രാം ചെമ്മീനാണ്. ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് എനിക്ക് 750 ഗ്രാം കിട്ടിയിരിക്കുന്നത്. ചെമ്മീൻ നല്ലപോലെ വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞ് ഇതുപോലെ വയ്ക്കുക. ഇനി നമ്മളൊരു പാൻ ചൂടാക്കുന്നു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിക്കുന്നു. ഇതിലേക്ക് നമ്മൾ 3 വലിയ സവോള ചെറുതായി മുറിച്ചതാണ് ഇതിലേക്ക് ചേർക്കുന്നു. കുറച്ച് കറിവേപ്പില, ഇത് രണ്ടും ചേർത്ത് നല്ലപോലെ വഴറ്റുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഉണ്ടാവും. ഇത് 1.5 ടീസ്പൂണാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇതും സവോളയും നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇതിലേക്ക് തക്കാളിയാണ് ചേർക്കുന്നത്. ഒരു തക്കാളിയാണ്, വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. തക്കാളി ഒരു ഓപ്ഷണലാണ്. നിങ്ങൾക്ക് പുളിയെല്ലാം താല്പര്യമുള്ള ആളുകളാണെങ്കിൽ മാത്രം തക്കാളി ഉപയോഗിച്ചാൽ മതി. വീണ്ടും നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഓയിൽ ഇതിലേക്ക് ചേർക്കുന്നു. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് എല്ലാം കൂടി നല്ലപോലെ വഴറ്റുക. അതിനുശേഷം കുറച്ച് സമയം നമ്മളിത് മൂടി വെച്ച് വേവിക്കുക. ഇപ്പം നമ്മുടെ തക്കാളി ഉള്ളിയെല്ലാം നല്ലപോലെ പാകമായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർക്കുന്നു. കാശ്മീരി ചില്ലി 1/2 ടീസ്പൂൺ ചേർക്കുന്നു. ഗരം മസാല വളരെ കുറച്ച് മതി, ഏകദേശം ഒരു 1/4 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർക്കുന്നു. മല്ലിപ്പൊടി അതുപോലെ 1/2 ടീസ്പൂണാണ് നമ്മൾ ചേർക്കുന്നത്. എന്നിട്ട് മസാലയെല്ലാം മിക്സ് ആവാൻ വേണ്ടി നല്ലപോലെ വഴറ്റുക. വഴറ്റി നല്ലപോലെ മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റി വയ്ക്കുക. ഇതിലേക്ക് നമ്മൾ ചെമ്മീൻ ചേർക്കുന്നു. എന്നിട്ട് ചെമ്മീനും മസാലയും നല്ലപോലെ മിക്സ് ആകാൻ വേണ്ടി ചേർത്ത് വഴറ്റുക. ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ചെമ്മീൻ ചെറുതായി ചൂടാകുമ്പോൾ തന്നെ ഇതിലുള്ള വെള്ളം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കറിയിൽ നല്ലപോലെ മിക്സ് ആവും. ഇത് നമുക്ക് ഡ്രൈ ആക്കി എടുക്കേണ്ട ഐറ്റം ആയതുകൊണ്ടാണ്. ഇനി നമ്മളിത് അടച്ച് വെച്ച് വേവിക്കുക. ഏകദേശം ഒരു 10 മിനിറ്റോളം അടച്ച് വെച്ച് വേവിക്കണം. ഇപ്പം നമ്മുടെ ചെമ്മീൻ ഏകദേശം പാകമായിട്ടുണ്ട്. നമ്മൾ വെള്ളമെല്ലാം ഇതിലുള്ളത് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ച് സമയം കൂടി അടച്ച് വയ്ക്കാതെ വേവിച്ചാൽ ഇത് പൂർണ്ണമായിട്ടും ഡ്രൈ ആയി മാറും. നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇപ്പം ചേർക്കുന്നത്. കുരുമുളക് പൊടി ചേർത്ത ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് നല്ലപോലെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം ഇത് മൂടി വെച്ച് വേവിക്കുക. അങ്ങനെ നമ്മുടെ ചെമ്മീൻ പാകമായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ചുകൂടി കുരുമുളക് ചേർക്കുന്നു. കുരുമുളക് നിങ്ങൾക്ക് എരിവ് ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ചധികം ചേർക്കാം. ഞാനിവിടെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി തീരെ എരിവ് താല്പര്യമില്ലാത്തവരാണെങ്കിൽ കുരുമുളക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഇളക്കുന്നു. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടി നമ്മൾ ഇതിനോട് ചേർക്കുന്നു. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.